7 പതിറ്റാണ്ട് കാലമായി ആരാരും സഹായിക്കാനില്ലാത്ത ഒരു ജനത അവരുടെ കയ്യിൽ കിട്ടിയത് ആയുധമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയോട് പൊരുതുകയാണ്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകമായ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഇവിടെ ഒരു ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫലസ്തീൻ ജനത എന്താണ് ചെയ്യേണ്ടത്? അവർ നിസ്സഹായരായി ആകാശത്തിലേക്ക് കൈകൾ മാത്രം ഉയർത്തിയിരിക്കേണ്ടവരാണോ? ഓരോ ദിവസവും സ്വന്തം മക്കളെ ഖബറിൽ കണ്ണുനീരിനോടൊപ്പം കുഴിച്ചു മൂടുന്നവർ തീവ്രവാദികളാണ് എന്ന് പറയുവാൻ ലോകത്ത് മനുഷ്യത്വമുള്ള ആർക്കാണ് സാധിക്കുക? എത്ര കാലമായി ഗസ എന്ന് പറയുന്ന മുനമ്പ് കരയുകയാണ്. ഓമനത്വമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കാണാൻ ചേരുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖങ്ങളിൽ ചെഞ്ചോര വർണ്ണങ്ങൾ ബോംബേറുകളാൽ പടരപ്പെടുന്ന ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് അവർ സഹായത്തിനു വേണ്ടി ലോകത്തിനോട് അപേക്ഷിക്കുന്നത്. അവർ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനെ തകർക്കുവാൻ വേണ്ടി ഇറങ്ങിയവരല്ല. പിറന്നു വീണ നാടിനെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിനു വേണ്ടിയാണ് ഫലസ്തീനിലെ ജനത സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനികളുടെ മരണത്തിന് കണക്കില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു 2 വർഷമായി 70,000-ൽ ചുല്ലുവാനും ആളുകൾ മരിച്ചു എന്ന്. പക്ഷെ 1948 മുതൽ ഈ 2025 വരെയുള്ള കാലയളവിൽ ഫലസ്തീനിൽ മരിച്ചു വീണവരുടെ ഔദ്യോഗിക കണക്കല്ലാതെ അനൗദ്യോഗിക കണക്കിലൂടെ പിറന്നു വീണ മണ്ണിൽ സ്വാതന്ത്ര്യത്തിന്റെ വായു അനുഭവിക്കാതെ ലക്ഷോപലക്ഷം ആളുകൾ മരിച്ചു വീഴുകയാണ്. അവരുടെ ആശുപത്രികൾ അവർക്ക് നിലവിലില്ല. അവർക്ക് കഴിക്കുവാൻ മരുന്നുകളില്ല. അവർക്ക് കഴിക്കുവാൻ ഭക്ഷണമില്ല. അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല. അവരുടെ അയൽവാസികളായ അറബ് രാജാക്കന്മാർ സുഖലോലുപതയിൽ കഴിയുമ്പോൾ, പണത്തിന്റെ ഹുങ്കിനാൽ അവരുടെ എല്ലാ വിധത്തിലുമുള്ള ആർഭാടങ്ങളോട് കഴിയുമ്പോൾ, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടിയിട്ട് പാവപ്പെട്ട അനാഥ മക്കൾ, ഉമ്മമാർ മരിച്ചുപോയവർ, ഉമ്മമാർ കൊല ചെയ്യപ്പെട്ടവർ, പിതാക്കന്മാർ കൊല ചെയ്യപ്പെട്ടു പോയവർ, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയിട്ട് അവരുടെ കൈകളിൽ കിട്ടുന്ന പാത്രങ്ങളുമായി ബക്കറ്റുകളുമായി ഐക്യരാഷ്ട്ര സഭയുടെ പൊതുകിച്ചനുകളുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന ദയനീയമായ മണ്ണിന് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിലാണ് പ്രിയമുള്ള ജനങ്ങൾ അവരുടെ ജന്മനാട്ടിൽ സ്വാതന്ത്ര്യമില്ലാതെ ജനിച്ച് മരിച്ചു പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മണ്ണിൽ നിൽക്കുന്നവരാണ്. നമ്മുടെ നാട് അധിനിവേശത്തിനെതിരെ ഒരുപാട് പോരാടിയ മണ്ണാണ്. നമ്മുടെ നാട്ടിലാണ് പോർച്ചുഗീസുകാർ അധിനിവേശത്തിന് വേണ്ടി വന്നത്. നമ്മുടെ നാട്ടിലാണ് ഡച്ചുകാർ അധിനിവേശത്തിന് വേണ്ടി വന്നത്. നമ്മുടെ നാട്ടിലേക്കാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ അധിനിവേശത്തിന് വേണ്ടി വന്നത്. ആ അധിനിവേശ ജനത ഈ രാജ്യത്തിന് ചവച്ചു തുപ്പിയപ്പോൾ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമികളിൽ സ്വന്തം ജീവന് ബലിയർപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തോക്കിനുകളിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരിമാറ് കാണിച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരന്മാരായ 1000 രക്തസാക്ഷികളുടെ ഇന്ത്യ രാജ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഫലസ്തീനിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വപ്നത്തിന്റെ കൂടെ നിന്നവരാണ്. ഈ രാജ്യത്തിന്റെ സംഘപരിവാർ ശക്തികളല്ലാത്ത RSSനെ പോലെയുള്ള രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ശക്തികളല്ലാത്ത, അതുപോലെ തന്നെ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന വലതുപക്ഷ തീവ്രവാദികളല്ലാത്ത ലോകത്തുള്ള മനുഷ്യ ജനതകളെല്ലാം ഈ ഫലസ്തീനിന് വേണ്ടിയിട്ട് പൊരുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ചരിത്രം അന്തി ഉറങ്ങുന്ന വേണാടിന്റെ മണൽത്തരികളെ കോൾമയിൽ കൊള്ളിച്ചുകൊണ്ട് ഈ ജമാഅത്ത് ഫെഡറേഷന്റെ പ്രിയങ്കരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും അവരുടേതായ പ്രവർത്തനങ്ങൾ വൈലക്കാട് ഷാ ഉൾപ്പെടെയുള്ള, നാസർ സാഹിബ് ഉൾപ്പെടെയുള്ള, ബഹുമാനപ്പെട്ട മാർക്ക് സലാം സാഹിബ് ഉൾപ്പെടെയുള്ള, അതുപോലെ വാഹിദ് സാർ ഉൾപ്പെടെയുള്ളവർ എത്രയോ ദിവസങ്ങളായി ഉറക്കമില്ലാതെ ഈ ഒരു സമരത്തിന്റെ ഐക്യദാർഢ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ? നമുക്കറിയാം, വിനോദം പോലെ ഒരു നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. വിനോദം പോലെയാണ് ഇസ്രയേലിന്റെ പട്ടാളക്കാർ ആ ജനങ്ങളെ കൊന്നൊടുക്കുന്നത്. 10 ലക്ഷത്തോളമാണ് ഇസ്രയേലിന്റെ തടവറകളിൽ ഫലസ്തീനികൾ അന്തി ഉറങ്ങുന്നത്. ആ അന്തി ഉറങ്ങുന്നവരിൽ സ്ത്രീകളുണ്ട്, പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. ഐക്യരാഷ്ട്ര സഭയുടെ കണക്ക് മാത്രം പ്രകാരം 30,000-ഓളം കുഞ്ഞുങ്ങളാണ് ഇസ്രയേലിന്റെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി അമ്മമാരുടെ മടിത്തട്ടുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി പറക്കമുറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ തീവ്രവാദികൾ
എന്ന് പറഞ്ഞുകൊണ്ട് 3 വയസ്സുള്ള 4 വയസ്സുള്ള പിഞ്ചുകുഞ്ഞുങ്ങള് ജയിലറകളിൽ പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ 4000-ലധികം വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 3000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഫറോവ എന്ന് പറയുന്ന റംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ ചക്രവർത്തി ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നത് വിരോധം കണ്ടെത്തിയ ആളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അഭിനവ ഫറോവയായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ 30,000-ഓളം പിഞ്ചുകുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോയി അവരുടെ ജനനേന്ദ്രിയത്തിൽ ഷോക്ക് അടിപ്പിച്ച്, അവരുടെ ജനനേന്ദ്രിയത്തിൽ AK-47 കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് അവരുടെ പ്രത്യുൽപാദന ശേഷി നശിപ്പിച്ചു കളഞ്ഞ് ഒരു ജനതയെ ഒന്നാകെ നശിപ്പിച്ചു കളയുന്ന ഇസ്രയേലിന്റെ ഭീകരതയ്ക്കെതിരെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കുഞ്ഞുങ്ങളുടെ തലച്ചോറ് തകർക്കുവാനുള്ള ഗൺ പോയിന്റ് ആക്കി മാറ്റുന്ന ഇസ്രയേലിന്റെ ലോകത്ത് ഇന്ന് വരെ ഒരു രാജ്യവും സ്വീകരിച്ചിട്ടില്ലാത്ത വംശീയവരിക്കെതിരെയാണ് ഈ കൊല്ലത്തിന്റെ മണ്ണിൽ നമ്മളൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി വന്നിരിക്കുന്നത്. ആർക്കാണ് പ്രിയമുള്ളവരെ ഹമാസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാളികളെ ആക്രമിക്കുവാൻ പറ്റുക? അവരെ ആർക്കാണ് എതിർക്കുവാൻ പറ്റുക? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മൈലക്കാട് ഷാ തന്റെ പ്രമേയത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള സംഘപരിവാർ പ്രൊഫൈലുകൾ, അതുപോലെ ക്രിസംഖ്യകളായ ആളുകളുടെ പ്രൊഫൈലുകൾ, ആ പ്രൊഫൈലുകളില് പാവപ്പെട്ട ഹമാസിന്റെ പടയാളികളെ തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ജന്മനാടിന്റെ പോരാട്ടം, ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർ എങ്ങനെയാണ് സഹോദരങ്ങളെ അവർ തീവ്രവാദികളായി പോവുക? അവരെങ്ങനെയാണ് ഭീകരവാദികളായി പോവുക? ആ പറോല പറയുവാൻ ലോകത്ത് ആർക്കാണ് അവകാശം? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2006-ൽ ഫലസ്തീനിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആ 2006 പൊതു തെരഞ്ഞെടുപ്പിൽ 44% ആളുകൾ ഹമാസ് എന്ന് പറയുന്ന ഒരു പോരാളി സംഘടനയ്ക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. 74 സീറ്റാണ് ആ സംഘടന ഇവിടെ നേടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസറായ ഈ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ തീവ്രവാദികൾ എന്ന് പറയുവാൻ പറ്റുക? ഹമാസല്ലാതെ, പ്രതിരോധമല്ലാതെ മറ്റെന്താണ് ആ ഫലസ്തീനിലെ ജനതയ്ക്ക് മാർഗമായി അവരുടെ മുന്നിലുള്ളത്? ഐക്യരാഷ്ട്രസഭ ഫലസ്തീനികളോടൊപ്പമുണ്ടോ? നമുക്കറിയാം എത്രയോ പ്രമേയങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ പാസാക്കപ്പെട്ടിട്ടുണ്ട് ഈ ഫലസ്തീനികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്. അറബ് രാജാക്കന്മാർ അവിടെ ഇരുന്നു കൊണ്ട് ഉച്ചകോടികളിൽ കുഴിമന്തി കടിച്ച്, ആട്ടിറച്ചി കടിച്ച്, അവർ മുന്തിയ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നുവെന്നല്ലാതെ ഇന്ന് വരെ ഫലസ്തീനിൽ പിടഞ്ഞു വീഴുന്ന മക്കൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, ഒന്ന് ആണത്വത്തോടെ ഇറങ്ങി വരുവാൻ അവർ തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ അവരുടെ വിലാപം കേൾക്കേണ്ടത് ഹമാസ് അല്ലാതെ പിന്നെ ഏത് സംഘടനയാണ്? പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ കേവലം ഒരു രാഷ്ട്രം മാത്രമല്ല, ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് അവർ ഒരുങ്ങുന്നത്. നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിലെ ഫാസിസ്റ്റുകൾ പറയാറുണ്ട് അഖണ്ഡ ഭാരതമെന്ന്. എന്താണ് അഖണ്ഡ ഭാരതമെന്ന് നമുക്കറിയാമല്ലോ. ഇന്നുള്ള ഇന്ത്യ രാജ്യം മാത്രമല്ല, ഞങ്ങളുടെ കൈകളിലേക്ക്, ഹിന്ദുത്വ ശക്തികളുടെ കൈകളിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണം സമ്പൂർണ്ണമായി ലഭിച്ചാൽ അങ്ങനെയുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയുടെ ചില ഭാഗങ്ങളും ബർമയും ഭൂട്ടാനും നേപ്പാളും എല്ലാം അടങ്ങുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന പുരാണത്തിന്റെ ഒരു ഭാരതത്തിന് സ്വപ്നം കാണുന്നവരാണ് നമ്മുടെ രാജ്യത്തിന്റെ RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികൾ. ഇതുപോലെ ഒരു സ്വപ്നമുണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ശക്തികൾക്ക്. അവർക്ക് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് അവരുടെ പ്രഖ്യാപനമുള്ളത്. അബ്രഹാം പ്രവാചകൻ അഥവാ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെമിറ്റിക് മതങ്ങൾ 3 മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഥവാ അബ്രഹാം പ്രവാചകൻ ഏതെല്ലാം മണ്ണിലൂടെ നടന്നു പോയിട്ടുണ്ടോ ആ മണ്ണ് മുഴുവനും ഞങ്ങളുടേതാണ് എന്നാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ അവകാശം നടത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇന്നത്തെ ജോർദാനും അതുപോലെ ലെബനോനും സിറിയയും ഇറാഖും ഈജിപ്തും എന്തിനേറെ പറയുന്നു മുസ്ലിമീങ്ങളുടെ പുണ്യഭൂമിയായ മക്കയും മദീനയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രം ഞങ്ങൾ നിർമ്മിക്കുമല്ലോ. ആ രാഷ്ട്രത്തിൽ ദൂതന്മാർക്കല്ലാതെ ആർക്കും പ്രവേശനം നൽകപ്പെടുകയില്ല
കഴിയുകയില്ല എന്ന ഒരു തത്വത്തിലൂടെയാണ് ലോകത്ത് ജൂതരാട്ടം ഉദയം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഏരിയൽ ഷെരോൺ എന്ന് പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള ഒരു തീവ്ര വലതുപക്ഷക്കാരനായ ഒരു പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. 1998 അയാൾ ഒരു മാർച്ച് നടത്തിയിട്ടുണ്ട് സോളമൻ ടെമ്പിളിന്റെ മുന്നിലേക്ക്. ആ മാർച്ചിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുമോ? പുരാതന കാലഘട്ടത്തിൽ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ റോമ സാമ്രാജ്യം തകർത്തു കളഞ്ഞ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു യഹൂദന്മാരുടെ. അതാണ് സോളമൻ ടെമ്പിൾ. ആ സോളമൻ ടെമ്പിളിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി വിലാപമതിലിന്റെ സമീപത്തിലേക്ക് ഒരു യാത്ര നടത്തുകയുണ്ടായി. ആ യാത്രയുടെ ഉദ്ദേശം പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദിസ്, മുസ്ലിമീങ്ങളുടെ മൂന്നാമത്തെ പള്ളിയായ ആ ബൈത്തുൽ മുഖദ്ദിസിനെ സമ്പൂർണ്ണമായി തകർത്തുകൊണ്ട് അവിടെ അവരുടെ ജൂത പള്ളി നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ഇതുപോലെ 1992 LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിൽ ഒരു രഥയാത്ര നടത്തിയിട്ടുണ്ട്. 500 വർഷ കാലഘട്ടത്തിന്റെ പഴക്കമുള്ള ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പരിശുദ്ധമായ പള്ളിയെ തകർത്തു കളയുവാനും ഈ രാജ്യത്തിന് വർഗീയ ഫാസിസ്റ്റുകളുടെ കൈകളിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണം എത്തിച്ചു കൊടുക്കുവാനും വേണ്ടിയിട്ട് LK അദ്വാനി നടത്തിയ രഥയാത്ര പോലെ അവിടെ ഒരു വെടിവെപ്പുണ്ടായിട്ടുണ്ട്. അവിടെ തീവ്രമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജമാഅത്ത് ഫെഡറേഷന്റെ ഈ ഐതിഹാസികമായ ഈ സമര പ്രഖ്യാപനത്തിന്റെ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര അധിനിവേശം നടത്തിയാലും, എത്ര വീടുകൾ നിങ്ങൾ ഇടിച്ചു നിരത്തിയാലും, എത്ര കൃഷിയിടങ്ങൾ നിങ്ങൾ ചുട്ടുകരിച്ചാലും, എത്ര മനുഷ്യരെ നിങ്ങൾ ബോംബിട്ട് കൊന്നു തീർത്താലും, ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം തന്നെയാണ് ശരി. ആ രാഷ്ട്രമാണ് ലോകത്തിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുവാനുള്ളത്. ഇസ്രായേൽ ഒരു രാഷ്ട്രമേ അല്ല. അതിനെ അംഗീകരിക്കുവാൻ ലോകത്ത് മനുഷ്യത്വമുള്ള ആർക്കും പറ്റുകയില്ല. നിങ്ങൾ കണ്ടില്ലേ, പാലായനം ചെയ്യുന്ന ഇസ്രായേലിന്റെ പട്ടാളക്കാരുടെ ബോംബർ വിമാനങ്ങൾ വർഷിക്കുന്ന ബോംബുകളുടെ കീഴിലൂടെ പാലായനം ചെയ്യുന്ന ഒരു കുഞ്ഞു ബാലിക. ആ ബാലികയുടെ കയ്യിൽ ഒരു ചെറിയ ചെടിയുടെ കഷണമുണ്ട്. ഒരു ചെടിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആ കുഞ്ഞു ബാലിക അവളുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ബാലികയുടെ കയ്യിലിരിക്കുന്ന ചെറിയ ചെടി അവളുടെ ഒരു പ്രതീകമായി, ലോകത്ത് ഒരു സിംബലായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ആ പൊന്നുമോള് തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലേക്ക് ഇസ്രായേലിനെ പേടിച്ചുകൊണ്ട് പാലായനം ചെയ്യുന്നത്. പക്ഷെ പാലായനം ചെയ്യുമ്പോൾ ആ പൊന്നുമോളുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ ചെടിയുണ്ട്. ആ ചെടി ലോകത്തിനോട് വിളിച്ചു പറയുന്നത് ഒരു സിംബലാണ്. രാഷ്ട്രമേ, വംശീയ ഹത്യയ്ക്ക് നേതൃത്വം നൽകുന്ന മനുഷ്യത്വമില്ലാത്ത മനുഷ്യ രൂപമുള്ള ആളുകളെ നിങ്ങളുടെ മുന്നിൽ ഇതാ പറയുകയാണ്. നിങ്ങൾ എത്ര പിടിതെറിഞ്ഞാലും, നിങ്ങൾ എത്ര പറിച്ചെറിഞ്ഞാലും ഫലസ്തീൻ തളിർക്കുക തന്നെ ചെയ്യും. ഫലസ്തീൻ ഉദിക്കുക തന്നെ ചെയ്യും. ഫലസ്തീനിന്റെ പതാക ലോകത്തിന്റെ മുന്നിൽ ഉയരുക തന്നെ ചെയ്യും. കാരണം ഫലസ്തീനാണ് രാജ്യം. ഫലസ്തീനാണ് രാജ്യം. ഇസ്രായേൽ ഒരു രാജ്യമല്ല. സഫേദും നിസ്രയത്തും ടൈബർഗീസും ഐസജനും ജനീനും നെബലൂസും ദുഖ്റാനും രാഫയും റമല്ലയും ഗസ്സയും ജെറുസലേമും ഹെബ്രോനും ലക്ഷ്യയും ബീർഷബയും ഇന്ന് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും ചേർന്ന് നിൽക്കുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന വിശാലമായ ഒരു രാഷ്ട്രമുണ്ടായിരുന്നു 1948 മുമ്പ്. ഇന്നലെ നമ്മൾ കണ്ട വെടിനിർത്തലിലൂടെ ലോക മനസാക്ഷി അനുഭവിച്ചിരിക്കുന്നത് ഇസ്രായേലിൽ അതിക്രമിച്ചു കടന്ന, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ അതിക്രമിച്ചു കടന്ന കുടിയേറ്റക്കാർ മാത്രമാണ്. ആ കുടിയേറ്റം എത്ര കാലം തുടർന്നാലും ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് ലോകം അംഗീകരിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ചോരതൊപ്പുന്ന കിരാതന്മാരുടെ താണ്ഡവത്തിനിടയിലും ഫലസ്തീനെ അംഗീകരിക്കുവാൻ ലോകമിതാ കടന്നു വരികയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം. ആ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന് അവരുടേതായ ഒരു കൊടിയുണ്ട്. ആ കൊടി അവർ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. ആ കൊടിയുടെ താഴെ യൂറോപ്യൻ യൂണിയന്റെ കൊടിയുണ്ട്. ആ യൂറോപ്യൻ യൂണിയന്റെ കൊടിയും അവർ ഉയർത്തി. ആ രണ്ട് കൊടിയുടെ ഇടയിലായി ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഒരു കൊടി കൂടി ഉയർത്തുകയാണ്. അത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പതാകയാണ്. ഇന്നത്തെ നമ്മുടെ ഐക്യദാർഢ്യ റാലിയിൽ ഫലസ്തീനിന്റെ ഒരു വലിയ പതാക ഇതിന്റെ പ്രിയങ്കരായ നേതാക്കന്മാർ നിർമ്മിച്ച് നമുക്ക് പിടിച്ചുകൊണ്ടുവരുവാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു പതാക ഫ്രാൻസിന്റെ, യൂറോപ്യൻ യൂണിയന്റെ അത് ആ രാജ്യത്ത് ഉയരുകയാണ്. ഏതാണ് ഫ്രാൻസ് എന്ന് നമുക്കറിയാമല്ലോ. ഏതാണ് ഫ്രാൻസ് എന്ന് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനില്, ഇറാഖ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ചോരക്കൊതിയന്മാരായ അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ആ രാജ്യത്തിന് ചമച്ചു നിർത്തുവാൻ
ആ രാജ്യത്തിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവിധ പിന്തുണയും നൽകിയ രാജ്യമാണ് ഫലസ്തീൻ. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധ രാജ്യമായി ലോകത്തിൽ എണ്ണപ്പെടുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം. വലതുപക്ഷ തീവ്രവാദികളുടെ കേന്ദ്രമായി അറിയപ്പെടുന്ന മണ്ണാണ് ആ ഫ്രാൻസ് എന്ന് പറയുന്ന മണ്ണ്. പക്ഷേ ആ ഫ്രാൻസിന്റെ മണ്ണിൽ ഇതാ ഫലസ്തീനിന്റെ കൊടി അന്തരീക്ഷത്തിലേക്ക് ഉയരുകയാണ്. ഫലസ്തീൻ എന്നുള്ള വികാരം അതാ യൂറോപ്യന്മാരുടെ മണ്ണുകളിൽ അലയടിക്കുകയാണ്. യൂറോപ്പിന്റെ തെരുവീതികളിൽ അതാ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് അംഗീകരിച്ചുകൊണ്ട് ആളുകൾ വരികയാണ്. വളരെ പ്രധാനമാണ് ഓസ്ട്രേലിയ ഫലസ്തീനിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അതിനേക്കാളും പ്രധാനമാണ് 1948 ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വെട്ടിമുറിച്ച് ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാജ്യത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ UK ഉണ്ട്, ലണ്ടനുണ്ട്, ബ്രിട്ടൻ എന്ന് പറയുന്ന ലോകത്തിലെ സൂര്യനെ ശ്രമിക്കാത്ത സാമ്രാജ്യത്വ ശക്തിയുണ്ട്. ആ സൂര്യനെ ശ്രമിക്കാത്ത സാമ്രാജ്യത്വ ശക്തിയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പ്രതിരോധ മന്ത്രിയായിരുന്ന ബെൽഫറിന്റെ നേതൃത്വത്തിലാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഇസ്രയേൽ എന്ന് പറയുന്നവരിലെ രാഷ്ട്രം ഉണ്ടാകുന്നത്. 1948 ഇസ്രയേലിനെ ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിച്ച അതേ ബ്രിട്ടനാണ് ഇന്ന് അവരുടെ മണ്ണിൽ ഇതാ ലണ്ടന്റെ മണ്ണില് ഫലസ്തീന് എംബസി അനുവദിക്കുകയാണ്. ഫലസ്തീനിന്റെ എംബസി അവിടെ അതാ ഉദിച്ചുയരുകയാണ്. ഫലസ്തീനോടൊപ്പം ഇതാ അവരും കടന്നു വരികയാണ്. സ്പെയിൻ മാത്രമല്ല, ചൈന മാത്രമല്ല, ബെൽജിയം മാത്രമല്ല, ലൂക്സംബർഗ് മാത്രമല്ല, മൊണോക്കോ മാത്രമല്ല, ഇതാ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഫലസ്തീൻ എന്ന് പറയുന്ന വികാരത്തിനോടൊപ്പം നിൽക്കുകയാണ്. ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുകയാണ്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ പോലും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടുന്ന കാര്യമാണ്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ പോലും അതാ ഫലസ്തീനെ അംഗീകരിക്കുമ്പോൾ നെതന്യാഹു പറയുകയാണ്, ജോർദാനിന്റെ നദിക്കരയുടെ അക്കരെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇനി ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ ഞങ്ങളിതാ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വചനത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, നെതന്യാഹുവിനെ പോലെയുള്ള ആയിരക്കണക്കിന് വംശീയവരിയന്മാർ ലോകത്ത് കടന്നു വന്നാലും ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിന്റെ മുന്നിൽ അവരുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നത് വരെ ഈ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഏറ്റവും വലിയ രാജ്യം ഈ അക്രമണോത്സുകതയുടെ ജാള്യതയിൽ നിന്നുകൊണ്ടാണ്, തകർച്ചയിൽ നിന്നുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുകയില്ല എന്ന്. ഗസ എന്ന് പറയുന്ന 20 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങള് സമ്പൂർണമായി കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ ജനതയെ മുഴുവനും മറ്റേതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് പറിച്ചു നടാമെന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഉമ്മമാർ നഷ്ടപ്പെട്ടു പോയ പിഞ്ചോമന മക്കള്, വാപ്പമാർ നഷ്ടപ്പെട്ടു പോയ പിഞ്ചോമന മക്കൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, ഒരൽപ്പം കുടിവെള്ളത്തിന് വകയില്ലാതെ, കൈകാലുകൾ മുറിഞ്ഞുപോയ മരുന്ന് വെക്കുവാനുള്ള വേദന സംഹാരികളില്ലാതെ ആ പിഞ്ചുമക്കൾ നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും അവർ പുഞ്ചിരിയോടെ പറയുകയാണ്, ഇല്ല, ജൂതന്മാരുടെ മുന്നിൽ, ഇസ്രയേലിന്റെ മുന്നിൽ ഞങ്ങളുടെ കാൽപാദത്തിന് അടിപതറുകയില്ല, ഞങ്ങളുടെ തലകൾ ഞങ്ങൾ കുടിക്കുകയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരിതാ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾക്കൊരു കവിത പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വണ്ടേ നീ സ്വയം മണയുക, വണ്ടേ നീ സ്വയം മണയുകയും സ്വയം വിളക്കണയ്ക്കുകയും ചെയ്യുന്നത് പോലെ, വണ്ടേ നീ സ്വയം മണയുന്നത് പോലെ, നീ സ്വയം വിളക്കണയ്ക്കുന്നത് പോലെ നീ അവസാനം ഇതാ ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാവുകയാണല്ലോ എന്ന കവിത പോലെ ഇസ്രയേൽ തകരുകയാണ്. ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ജമാഅത്ത് ഫെഡറേഷന്റെ ഈ മഹത്തായ വേദിയിൽ നിന്നുകൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇസ്രയേൽ തകരുകയാണ്. ഇസ്രയേൽ തകരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് ഇന്നലെ നടന്ന വെടിനിർത്തൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2023 ബെഞ്ചമിൻ നെതന്യാഹു എന്താണ് പറഞ്ഞത്? ഒക്ടോബർ 7 രാത്രിയിൽ അയാൾ പറഞ്ഞത് എന്താണ്? ഒരേ ഒരാഴ്ച കൊണ്ട് ഗസയെ ഞങ്ങൾ പിടിച്ചെടുക്കും. ആ ഗസാ സിറ്റി ഞങ്ങളുടെ കയ്യിലാകും. ഹമാസ് എന്ന് പറയുന്ന എല്ലാ ശക്തികളെയും ഞങ്ങൾ ഇല്ലാതാക്കും. ബന്ദികളെ മുഴുവനും ഞങ്ങൾ മോചിപ്പിക്കും. എന്നിട്ട് ഈ ഗസ ഞങ്ങൾ സമ്പൂർണമായി പിടിച്ചെടുത്തിട്ട് അവിടെ ഇസ്രയേലിന്റെ ഭരണം നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് കൃത്യം 2 വർഷത്തിലേറെയായി പാവപ്പെട്ട മനുഷ്യരെ, പാവപ്പെട്ട സിവിലിയന്മാരെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി അവസാനം ഇതാ പറയുകയാണ്, ഇല്ല, ഞങ്ങളിതാ അടിയറവ് വെക്കുകയാണ്, ഞങ്ങളിതാ ഇവിടെ വെടിനിർത്തലിന് തയ്യാറാവുകയാണ്. ബന്ദികളെ മോചിപ്പിക്കാതെ, ഈ ഹമാസ് എന്ന് പറയുന്ന ശക്തിയെ ഇല്ലാതാക്കാതെ ഇന്നും ഇത്രയേറെ ബോംബുകൾ
ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ലോകത്ത് വിതറപ്പെട്ട ബോംബുകളേക്കാൾ, ലോകത്ത് വിതറപ്പെട്ട ആയുധങ്ങളേക്കാൾ കൂടുതൽ ആ ഒരു മണ്ണിൽ മാത്രം വിതറിയിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഗസയെ സമ്പൂർണമായി പിടിച്ചെടുക്കുവാൻ അവർക്ക് പറ്റിയില്ല. ആ ഗസയുടെ മണ്ണിൽ നിന്ന് ഹമാസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ വീര്യത്തിനെ തുടച്ചു നീക്കുവാനോ ആ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അതിനെ മാറ്റുവാനോ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അതുപോലെ ഇസ്രായേലിന്റെ ഒരു ആളിക്കത്തൽ മാത്രമാണ്. അത് നിലയ്ക്കുക തന്നെ ചെയ്യും. അവിടെ പലസ്തീനിന്റെ പതാക ഉയരുക തന്നെ ചെയ്യും. ആ പലസ്തീനിന്റെ പതാക അവിടെ പാറിക്കളിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, പുഴ മുതൽ കടൽ വരെ അത് പലസ്തീന് മാത്രമുള്ളതാകും. ആ പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പതാക അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോൾ അഭിമാനത്തോടെ ആർജവത്തോടെ ഈ കൊല്ലത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട്, ഈ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ അറ്റത്തിൽ നിന്നുകൊണ്ട് നമുക്കുറക്കെ പറയാൻ സാധിക്കും, ഫലസ്തീനിന്റെ പതാക അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോൾ നാഥനായ റബ്ബേ, ഈ പാവപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് വേണ്ടി, ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന, മോചനത്തിന് വേണ്ടി പോരാടുന്ന ലക്ഷോപലക്ഷം വരുന്ന ശുഹദാക്കളുടെ, ലക്ഷക്കണക്കായി വരുന്ന അംഗവൈകല്യം ബാധിച്ചവരുടെ, ലക്ഷോപലക്ഷം വരുന്ന അനാഥ മക്കളുടെ സാക്ഷികളായി നിർത്തിക്കൊണ്ട് ഈ കൊല്ലത്തിന്റെ മണൽത്തട്ടിൽ നിന്നുകൊണ്ട്, പ്രിയമുള്ളവരെ, ജമാഅത്ത് പ്രദേശത്തിന്റെ ആഹ്വാനം കേട്ടുകൊണ്ട്, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനം കേട്ടുകൊണ്ട് ഇവിടെ കോടിയെത്തിയ നിങ്ങൾക്ക് അഭിമാനത്തോടെ ആകാശത്തിലേക്ക് കൈയുയർത്തി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അഭിമാനത്തോടെ പറയാം, ഗസയുടെ മോചനത്തിന് വേണ്ടി മലയാളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട്, കേരളക്കരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാനും വിളിച്ചിട്ടൊരു മുദ്രാവാക്യം, ഞാനും നടത്തിയിട്ടുണ്ടൊരു പ്രാർത്ഥന. ബഹുമാനപ്പെട്ട വന്ധ്യവയോധികനായ കടയ്ക്കൽ ഉസ്താദ് ഇവിടെ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഫലസ്തീനിന്റെ മോചനത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഞാനും ആമീൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യരായ പണ്ഡിതന്മാരും ഈ ജമാഅത്ത് പ്രദേശന്റെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മളെ വിളിച്ചു കൂട്ടിയ മൈലക്കാട് ഷാ സാഹിബും മാർക്കസ് സലാം സാഹിബും നാസർ സാഹിബും എല്ലാം, അതുപോലെ അവരുടെ കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഉമറാക്കളുമെല്ലാം നമ്മളെ വിളിച്ചു കൂട്ടിയപ്പോൾ നമ്മളും അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ സമയം മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഇതാ സഫലീകൃതമായിരിക്കുന്നു എന്ന് ഉച്ചത്തിൽ പറയാൻ നാഥനായ തമ്പുരാൻ നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.